വന്ന 5 പേരിൽ ആദ്യം തന്നെ കോണ്ടന്റ് എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് 2 പേരാണ്. ഒരാൾ ജിഷിൻ നമ്മുടെ മറ്റേ അനുമോളുമായിട്ടൊക്കെ സംസാരിക്കുന്ന കുറേ സീനുകൾ വരുന്നുണ്ട്. ജിഷിൻ അനുമോൾക്ക് നല്ല സപ്പോർട്ടാണെന്ന് മനസ്സിലായി. പക്ഷേ ഒരു പിടിയും തരാത്ത ഒരാളുണ്ട്, വേദ് ലക്ഷ്മി. ജിസേലിന് ഏറ്റവും നല്ല പാരയാകാൻ പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് വേദലക്ഷ്മിയെ തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യുക. ഏതായാലും വേദലക്ഷ്മി ആദ്യം തന്നെ അപ്പാനിയെ തൂക്കി അവിടെ നിർത്തുന്നുണ്ട്. അപ്പാനിയെ തൂക്കി നിർത്തുമ്പോൾ അക്ബർ അവിടെ എവളിത്തിരി മെടയാണ് എന്നുള്ള അവസ്ഥയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെനയും ആകെ ചമ്മി നാറി ആ ഒരു അപ്പാനിയെ പിടിച്ചു നിർത്തി ആ വേദലക്ഷ്മിയെ നോക്കി നിൽക്കുന്നുണ്ട്. ശരിക്കും റെനയ്ക്ക് വേദലക്ഷ്മിയോട് ഇത്തിരി അടുപ്പമൊക്കെ തോന്നിയിട്ടുണ്ട്. മിക്കവാറും ജിസേലിനെ അടിച്ച് പുറത്ത് കളയാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് റെനയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി വേദലക്ഷ്മിയിലേക്ക് വരാം. ആദ്യം വേദലക്ഷ്മി അപ്പാനിയെടുത്ത് വന്നിട്ട് അത് ആ ടാസ്കിന്റെ ഇടയിൽ നെവിൻ ആ ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ബഹളം വെച്ചത് വേദലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ വേദലക്ഷ്മി ആണെങ്കിൽ ഈ ഒരു ബഹളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ പോയി. അപ്പോഴത്തേക്കും അപ്പാനി ആണെങ്കിൽ വേദലക്ഷ്മിയെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തി. അതിനുശേഷം ടാസ്ക് കഴിഞ്ഞപ്പോൾ വേദലക്ഷ്മി അപ്പാനിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു ക്യാപ്റ്റൻ ആണോ? നിങ്ങൾ പറയുന്നതൊന്നും ആരും അനുസരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ വോയിസിനൊരു പവർ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളൊരു ക്യാപ്റ്റൻ ആയിട്ട് ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് ഈ ബഹളം നടക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്, നിങ്ങൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താണിത്? ഓ വേദലക്ഷ്മി അടിപൊളി. അപ്പാനി അവിടെ പാകപ്പെട്ട് അപ്പാനി തിരിച്ചു പറയുന്നതാ, നീ ഒരു ക്യാപ്റ്റൻ ആവുക അപ്പൊ കാണിച്ച്. അതായത് വേറൊന്നുമല്ല, നിങ്ങളൊരു ക്യാപ്റ്റൻ ആകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും എന്നിങ്ങനെ അപ്പാനി സൗമ്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് നിൽക്കാൻ അക്ബറിന് സഹിക്കുന്നില്ല. അക്ബർ ഇത് കേട്ടോണ്ട് നിന്നിട്ട് ഒരുമാതിരിയൊക്കെ നോക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി അടുത്ത ഒരു സംഭവം പറയാം. വേദലക്ഷ്മി നെവിനെ പൊക്കുന്നുണ്ട്. നെവിനെ പൊക്കിയ ആ ഒരു എക്സാക്ട് കേസ് ഞാൻ കേട്ടില്ല കേട്ടോ. സത്യത്തിൽ റിപ്പീറ്റ് അടിച്ച് കാണാകുമ്പോഴത്തേക്കും ലൈവ് ഓടിപ്പോയി കഴിഞ്ഞു. സംഭവം നമ്മുടെ നെവിൻ്റെ പെരുമാറ്റവും സംസാരവും ആണ് പ്രശ്നം എന്ന് തോന്നുന്നു. അവിടെ അത് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് ആ ഒരു ഡബിൾ മീനിങ് ആയിട്ട് എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് നെവിൻ ആ പറഞ്ഞത് ആര്യൻ അവിടെ നിന്ന് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വേദലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേദലക്ഷ്മി കറക്റ്റായിട്ട് അത് അഡ്രസ്സ് ചെയ്യാണ്. ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത് എന്നുള്ളൊരു രീതിയിൽ ആദ്യമേ തന്നെ മുൻകൂറായിട്ട് പറയുകയാണ്. ഇത് കേട്ടോണ്ട് തൊട്ടപ്പുറത്ത് എഗൈൻ അക്ബർ ഇരിപ്പുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ലെങ്കിലേ കേൾക്കണ്ട, അങ്ങ് മാറിപ്പോയാൽ മതി എന്ന് വേദലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്. വേദലക്ഷ്മിയെ ആ പറഞ്ഞത് ചൊടിപ്പിക്കുന്നുണ്ട്. വേദലക്ഷ്മി തിരിച്ച് അക്ബറിന്റെ അടുത്ത്, ഞങ്ങൾ ഇങ്ങനെ 1 to 1 സംസാരിക്കുന്നിടത്ത് മൂന്നാമതൊരാൾ വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ നെവിൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കണോ വേണ്ടയോ എന്താണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്നിങ്ങനെ വേദലക്ഷ്മി അക്ബറിനിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഏതായാലും വന്നു കയറിയ മസ്താനിയും വേദലക്ഷ്മിയും അടിപൊളി കേട്ടാ. മസ്താനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വേദലക്ഷ്മി എനിക്ക് ഒട്ടും അറിയില്ല. അപ്പോൾ ഏതായാലും ശരി, വേദലക്ഷ്മി അടിപൊളിയാണ്. അപ്പൊ റെന ഫാത്തിമ വേദലക്ഷ്മി എടുത്ത് മുട്ടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അധികം സ്പേസ് കൊടുക്കുന്നില്ല. മിക്കവാറും വേദലക്ഷ്മി അനുമോളുടെ ടീമിലും ഇല്ല, ജിസേലിന്റെ ടീമിലും ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുക. ഇതിന്റെ ഇടയിൽ കൂടെ രേണുസുതി ഓടി വന്നിട്ട് നല്ല ഡ്രസ്സ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം, അതായത് നെവിനോട് പറഞ്ഞ കാര്യം നെവിൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനത് നല്ല രീതിയിലാണ് എടുക്കുന്നത്, ഞാൻ നല്ലൊരു ചോയ്സ് ആയിട്ട് അത് കേൾക്കുന്നുണ്ട്, ഞാനത് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ട് നെവിൻ അത് അനുസരിക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നെവിൻ അവിടെ ഒരു ചെറിയ പ്ലേറ്റ് തിരിക്കൽ നടത്തി. അനുമോളുടെ അടുത്ത് പോയി പെർഫ്യൂം ചോദിക്കുന്നുണ്ട്. അനുമോളെ കുറച്ചൊന്ന് സോപ്പിട്ട് നിൽക്കുന്ന കണക്ക് അനുമോളെ ഹഗ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അനുമോൾക്ക് പുറത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഇവരൊക്കെ വന്നു കയറിയപ്പോൾ മനസ്സിലായി. കാരണം ഈ വന്നു കയറിയ എല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജിസേൽ, ആര്യൻ, റെന ആ ഒരു ടീമിനെയാണ്. അവർ അങ്ങനെയാണ് മൊത്തത്തിൽ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കും അങ്ങനെ തോന്നിക്കാണും. എന്തായാലും അനുമോളിന് സപ്പോർട്ട് കൂടാനുള്ള സാധ്യതയാണ് ഇതുവരെയുള്ള എല്ലാ ഒരു ബഹുലമായ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്ത ഒരു ലൈവ് വിശേഷവുമായിട്ട് ഉടനെ വരാം. ഏതായാലും വേദലക്ഷ്മി നിസ്സാരക്കാരിയല്ല, നോക്കി വെച്ചോ കേട്ടോ. അപ്പോൾ സീരിയൽ ഗ്രാമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നോക്കി വെച്ചോ, സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലൈവ് അപ്ഡേറ്റ്സിന്റെ എല്ലാ റിവ്യൂകളും ഉടനെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.